എല്ലാവർക്കും നമസ്കാരം. കോട്ടയം കാർസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. അപ്പം നമ്മൾ എപ്പോഴും കൊണ്ടുവരുന്ന പോലെ ഇന്നും നല്ല ഒരു ഹൈ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ പോരാ, ടോപ്പ് ക്വാളിറ്റി ലക്ഷറി വെഹിക്കിൾ ആയിട്ടാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത്. ഇത് 2019 മാനുഫാക്ചറിങ്, 2020 രജിസ്ട്രേഷനിൽ സിംഗിൾ ഓണർഷിപ്പിൽ 69,000 കിലോമീറ്റർ പ്രോപ്പർ കമ്പനി സർവീസ് റെക്കോർഡോടുകൂടി ഓടിയിരിക്കുന്ന ഒരു ഓഡി Q7 ആണ്. ഈ വണ്ടിയുടെ ഒരു റീപ്ലേസ്മെന്റ് വന്നിട്ടുണ്ട്. അത് ഫ്രണ്ട് വിൻഷീൽഡ് ആണ്. അത് 2023 ഓടിയെന്ന് തന്നെ മാറിയിട്ടുണ്ട്. അതും നമുക്ക് സർവീസ് റെക്കോർഡ്സിൽ അവൈലബിൾ ആണ്. ഈ വണ്ടിയുടെ ഇൻഷുറൻസിനെ പറ്റി പറയുവാണെങ്കിൽ 36 ലക്ഷം രൂപ IDV വാല്യൂ ഉള്ള ഒരു പുതിയ ഫുൾ കവർ ഇൻഷുറൻസ്. പുതിയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെക്സ്റ്റ് ജനുവരി വരെ വാലിഡ് ആയിട്ടുള്ള ഒരു ഇൻഷുറൻസ് ഈ വാഹനത്തിന് ലഭ്യമാണ്. അതുപോലെ ഇതിൻ്റെ ടയറുകളെല്ലാം മിഷലിൻ്റെ 4 ടയറുകൾ ഓൾമോസ്റ്റ് ഒരു 90-95% ടയർ ത്രെഡ് ഉള്ള ടയറുകളാണ് ഈ വാഹനത്തിൽ കിടക്കുന്നത്. ഇവിടെ ഇച്ചിരി ഡിസ്റ്റർബൻസ് ഉണ്ട്. ഈ പിള്ളേരൊക്കെ കളിക്കുന്നതിൻ്റെ അതിൻ്റെ ഒരു ചെറിയ സൗണ്ടൊക്കെ കയറി വരും. പിന്നെ ഈ വണ്ടിയെ പറ്റി ഓവറോൾ പറയുകയാണെങ്കിൽ ഈ വണ്ടിയുടെ ഏറ്റവും എടുത്തു പറയേണ്ടത് ഈ ഫ്രണ്ട് ബമ്പർ തൊട്ട് ബാക്ക് ബമ്പർ വരെ ബമ്പറുകളിൽ പോലും ഒരു ടച്ച് പോലും ഒരു വന്നിട്ടില്ല എന്നുള്ളതാണ്. ഫുൾ ഒറിജിനൽ പെയിന്റ് ആണ്. വളരെ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തൊരു വാഹനമാണ്. അപ്പം നമുക്ക് ഈ വാഹനത്തിൻ്റെ എല്ലാ വശങ്ങളും പെട്ടെന്നൊന്ന് കണ്ടുപോകാം. അപ്പോൾ നമുക്ക് ഈ വണ്ടിയുടെ ഓരോ സൈഡായിട്ട് അങ്ങ് പറഞ്ഞു പോകണം. കാരണം ഈ വണ്ടിയിൽ ഒരു സ്ക്രാച്ചോ ഡെൻറ്റോ റീപെയിൻറ്റോ ഒന്നുമില്ല. ടോപ്പ് ക്ലാസ് വണ്ടിയാണ്. അപ്പോൾ ഫ്രണ്ട് ഈ ഒരു ഫെൻഡർ, 2 ഡോറുകള്, പുറകിലത്തെ ക്വാർട്ടർ പാനൽ ഉൾപ്പെടെ എല്ലാം കമ്പനി ഒറിജിനൽ പെയിന്റ് ആണ്. ഡെൻറ്റുകളോ സ്ക്രാച്ചുകളോ ഒന്നുമില്ല. ബോഡിയിലൊക്കെ നല്ല ക്ലീൻ ആയിട്ടാണ് ഇരിക്കുന്നത്. ഈ ഒരു ഗ്ലാസ് മാത്രം റീപ്ലേസ് വന്നിട്ടുണ്ട്. അത് കമ്പനിയിൽ നിന്ന് തന്നെ ചെയ്തിരിക്കുന്നതാണ്. അപ്പോൾ ഇനി ഈ ഒരു ഡോറിൻ്റെ ഉൾവശത്തേക്ക് നമുക്ക് വരാം. ഈ ഒരു ഡോറിൻ്റെ ഉൾവശത്തേക്ക് വരുമ്പോഴത്തേന് നമുക്ക് ഇതിൽ പഞ്ചിങ് മാർക്കുകളാണ് വരിക. ഇവിടെ ഒരു ഫോൾഡിംഗ് ആണ് വരിക. ഓഡിയുടെ മിക്കവാറും വണ്ടികളിൽ, BMന്റെ ചില വണ്ടികളിലൊക്കെ നമുക്ക് ഇങ്ങനെയുള്ള ഫോൾഡിംഗ് ആണ് വരിക. പേസ്റ്റിംഗ് വരത്തില്ല. ഇത് കമ്പനിയുടെ ഒറിജിനൽ ഫോൾഡിങ്ങും ഇവിടുത്തെ പഞ്ചിങ് മാർക്കുകളൊക്കെ നമുക്ക് ക്ലിയർ ആയിട്ട് കാണാം. ഡോർ പാഡുകളൊക്കെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ഷോറൂം കണ്ടീഷനിലാണ് ഇരിക്കുന്നത്. ഇതിൻ്റെ ഈ വശത്തെ ഇതൊന്നും വലിച്ചാൽ വരത്തില്ല. ഞാനിത് എല്ലാം എടുത്തെടുത്ത് കാണിക്കുന്നില്ല. കാരണം അത്രയും ടോപ്പ് ക്വാളിറ്റി വണ്ടിയാണ്. നമുക്ക് കണ്ണും പൂട്ടി എടുക്കാവുന്ന അതേ ക്വാളിറ്റിയിലുള്ള വണ്ടിയാണ്. A to Z സർവീസ് കമ്പനിയിൽ നിന്ന് ചെയ്തു പോയിരിക്കുന്ന ഒരു വാഹനമാണ്. ഇപ്പോൾ ഓടിയിരിക്കുന്ന 69,000 കിലോമീറ്റർ ആണ്. ഇതൊരു 3 മാസം മുമ്പാണ് ലാസ്റ്റ് സർവീസ് ചെയ്തിരിക്കുന്നത്. 67,000 ഇതിൻ്റെ ലാസ്റ്റ് സർവീസ് ചെയ്തിരിക്കുന്ന ഓഡിയിൽ നിന്ന് തന്നെ. അപ്പോൾ ഇനി പുറകിലത്തെ ആണെങ്കിൽ ഈ ഡോറിൽ വരുമ്പോഴത്തേന് ഇവിടെ നമുക്ക് പേസ്റ്റിംഗ് വരും. ഫ്രണ്ടിലത്തെ 2 ഡോറുകളിലും പേസ്റ്റിംഗ് വരത്തില്ല. അതുപോലെ ചില വണ്ടികളുടെ ഡിക്കിയിലോ ബോണറ്റിലോ ഒന്നും പേസ്റ്റിംഗ് വരാറില്ല. അപ്പോൾ അതാ ഈ ഭാഗത്തേക്ക് കമ്പനിയുടെ ഒറിജിനൽ പഞ്ചിങ് മാർക്കുകൾ നമുക്ക് ക്ലിയർ ആയിട്ട് കാണാം. ഡോർ പാഡുകളൊക്കെ നല്ല സൂപ്പർ ക്ലാസ് കണ്ടീഷനിലാണ് ഇരിക്കുന്നത്. പില്ലറുകളൊന്നും ഞാൻ എടുത്ത് കാണിക്കുന്നില്ല. കാരണം ഇത് നല്ല ടൈറ്റാണ്. ഇത് വലിച്ചു പൊളിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ നമ്മൾ ഈ വണ്ടിയോട് ചെയ്യുന്ന വലിയൊരു തെറ്റായിരിക്കും. കാരണം ഇത്ര നല്ലൊരു വണ്ടി കിട്ടിയിട്ട് നമ്മളിതെല്ലാം കൂടെ വലിച്ച് പൊളിച്ച് ചെയ്യാന്ന് പറയുന്ന വണ്ടിയുടെ ഇൻറ്റീരിയർ ഒക്കെ നിങ്ങൾക്കറിയാം. നമ്മളൊരു Q7 എന്നൊക്കെ പറയുമ്പോൾ ലക്ഷറിയുടെ അങ്ങേ അറ്റമാണ്. അത്രയും ഫെസിലിറ്റീസ് ഉള്ള വാഹനമാണ്. സൺറൂഫുള്ള ക്ലീൻ വണ്ടിയാണ്. അപ്പോൾ ഇനി നമ്മൾ ഇതിൻ്റെ പുറകു വശത്തേക്ക് വരുവാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ ടെയിൽ ലൈറ്റിലൊന്നും യാതൊരു ഒന്നും തന്നെ കാണാനില്ല. ക്രാക്കോ അങ്ങനെ ഒന്നുമില്ല. ഈ ഒരു ഭാഗത്തൊന്നും യാതൊരു വിധത്തിലുള്ള പെയിന്റോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ബൂട്ട് തുറന്ന് ഇതിൻ്റെ ഉൾവശം ഒന്ന് കാണാം ശരിക്കും. അപ്പോൾ നമുക്ക് ഇനി ഇതിൻ്റെ ബൂട്ടൊന്ന് തുറക്കാം. റിമോട്ടിൽ തന്നെ നമുക്ക് ഓപ്പൺ ക്ലോസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പം ഇതിൻ്റെ പുറകിലത്തെ 2 സീറ്റുകൾ നമുക്കിതാ ഈ ഒരു ഭാഗത്ത് ഇതിൻ്റെ സ്വിച്ച് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. നമുക്ക് ഈ 2 സീറ്റുകൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി ഞാനിതിൽ പ്രസ് ചെയ്യാം. നിങ്ങൾക്ക് അന്നേരം അത് കാണാം. 2 സീറ്റുകൾ നമുക്ക് പ്രസ് ചെയ്ത് പിടിച്ചാൽ അതിങ്ങ് പോരും. ഓട്ടോമാറ്റിക്കലി പോരുന്നതാണ്. ഇപ്പോൾ ആ ഒരു ഇത് കവറിങ്ങാൻ നിൽക്കുന്നതുകൊണ്ട് അത് ടച്ച് ചെയ്യുന്നതാണ്. എല്ലാ ഫങ്ഷൻസും വർക്കിംഗ് ആണ്. ഇവിടെ നമുക്കൊരു ചെറിയ ലൈറ്റ് വരുന്നുണ്ട്. ഇതിനകത്ത് നമുക്ക് അത്യാവശ്യം ഇതിൻ്റെ മറ്റ് ടൂൾസ് കാര്യങ്ങൾ, മറ്റ് സജ്ജീകരണങ്ങൾ, ഇത് നമുക്ക് എയർ അടിക്കാനുള്ള സംവിധാനങ്ങൾ അതെല്ലാം ഇതിനകത്ത് ഉണ്ട്. ഇതിൻ്റെ അകത്തെ ഒരു വൃത്തി കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാം ഇതെങ്ങനെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളൊരു വാഹനമാണ് എന്നുള്ളത്. ഇനി നമ്മൾ ഈ മേളുവശത്തേക്ക് വരുമ്പോൾ ഇവിടുത്തെ കമ്പനിയുടെ ഒറിജിനൽ പേസ്റ്റിംഗ് നമുക്ക് ക്ലിയർ ആയിട്ട് കാണാം. ഈ ഡിക്കിയിൽ വരുമ്പോൾ ഇവിടെയൊക്കെ നമുക്ക് ഫോൾഡിംഗ് ആണ് വരിക. അതെല്ലാം നമുക്ക് കൃത്യമായിട്ട് കാണാം. ഈ ഒരു ഭാഗത്തും കമ്പനിയുടെ പേസ്റ്റിംഗ് വരുന്നുണ്ട്. ഈ ഒരു ഭാഗത്തേക്ക് വന്നാൽ ഇവിടെ ഒന്നും യാതൊരു വിധത്തിലുള്ള ഡാമേജുകളും സംഭവിച്ചിട്ടില്ല. അപ്പോൾ ഇനി നമുക്ക് ഇത് ക്ലോസ് ചെയ്തിട്ട് ഇതിൻ്റെ അടുത്ത വശത്തേക്ക് പോകാം. അപ്പോൾ ഇത് നമുക്ക് മാനുവലിലും ക്ലോസ് ചെയ്യാം, റിമോട്ടിലും നമുക്ക് ഓപ്പൺ ക്ലോസ് ചെയ്യാവുന്നതാണ്. അതുപോലെ നമുക്കിവിടെ ഓഡിയുടെ Q7 എന്നുള്ള ബാഡ്ജിങ് ഇവിടെ കാണാം. ഇവിടെ നമുക്ക് 45 TDI ക്വാർട്ടർ എന്നുള്ള ബാഡ്ജിങ് നമുക്കിവിടെ കാണാം. അപ്പോൾ ഇനി ഈ വശത്തേക്ക് വരാം. അപ്പോൾ ഇനി ഞാൻ ഈ ഒരു വശവും ഒറ്റയടിക്ക് അങ്ങ് പറഞ്ഞു പോവുകയാണ്. ഈ ഒരു ഭാഗത്തും യാതൊരു വിധത്തിലുള്ള ഡെൻറ്റുകളോ സ്ക്രാച്ചുകളോ റീപെയിൻറ്റോ ഒന്നുമില്ല. എല്ലാം നല്ല ക്ലീൻ കണ്ടീഷനിലാണ് ഇരിക്കുന്നത്.
അപ്പോൾ ഈ ഗ്ലാസ്സുകളെല്ലാം കമ്പനി ഒറിജിനൽ ഗ്ലാസ്സുകളാണ്. ഈ ഡോറിൻ്റെ ഉൾവശം ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാം. ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ നമ്മുടെ കമ്പനിയുടെ ഒറിജിനൽ പേസ്റ്റിങ്, ഇവിടെ നമുക്ക് പഞ്ചിങ് മാർക്കുകളൊക്കെ ക്ലിയർ ആയിട്ട് കാണാം. നല്ല ക്ലീൻ കണ്ടീഷനിലാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇന്റീരിയർ ഞാൻ കാണിക്കുമ്പോൾ കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ കാണിക്കാം. ഇവിടെ ഒരു ഇച്ചിരി ആൾത്തിരക്കുള്ള സ്ഥലമാണ്, അതുകൊണ്ടാണ് കുറച്ച് ഒരു ബുദ്ധിമുട്ട്. അപ്പോൾ ഈ ഡോർ പാഡിൻ്റെ ഇവിടെ വരുമ്പോൾ ഇവിടെ ഫോൾഡിംഗ് ആണ് വരുന്നത്. അതുപോലെ ഈ ഡോർ പാഡിലെ സ്വിച്ചുകളിലൊന്നും യാതൊരു വിധത്തിലുള്ള ഡാമേജുകളും വന്നിട്ടില്ല. ചൈൽഡ് ലോക്ക് കാര്യങ്ങളൊക്കെ ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. നമുക്ക് ലോക്ക് ചെയ്യാനുള്ള സംവിധാനങ്ങൾ, ബൂട്ട് തുറക്കാനുള്ള സ്വിച്ച് ഇവിടെ കാണാം. പിന്നെ നമുക്ക് സീറ്റ് ഒരു 3 ടൈപ്പിൽ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അത് നമുക്ക് ഇവിടെ സെറ്റ് ചെയ്ത് വെക്കാനായിട്ടും സാധിക്കും. സീറ്റിൽ നമുക്ക് സീറ്റിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് കാര്യങ്ങളൊക്കെ ഇവിടെ കാണാം. എല്ലാം വർക്കിംഗ് ആണ്. ടോപ്പ് ക്വാളിറ്റി വണ്ടിയാണ്. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ ഫ്രണ്ട് വശത്തേക്ക് പോകാം. സമയം പോകുന്നു, മഴ വരുന്നു, ഇവിടെ ഇച്ചിരി തിരക്കുണ്ട്, അതുകൊണ്ടാണ് ഇച്ചിരി സ്പീഡിൽ പറഞ്ഞു പോകുന്നത്. ഈ ഫ്രണ്ടിലേക്ക് പോകാം. അപ്പോൾ ഇനി നമ്മൾ ഇതിൻ്റെ ഫ്രണ്ട് വശത്തേക്ക് വരുവാണ്. ഈ ഒരു ഫെൻഡറിലോ ഒന്നും യാതൊരു വിധത്തിലുള്ള വർക്കുകളും ചെയ്തിട്ടില്ല, ഓൾ ഒറിജിനൽ പെയിന്റ് ആണ്. ഇനി നമ്മൾ ഇതിൻ്റെ ഹെഡ്ലൈറ്റിൻ്റെ ഭാഗത്തേക്ക് വരുവാണ്. ഹെഡ്ലൈറ്റിലൊന്നും യാതൊരു വിധത്തിലുള്ള ഡാമേജ് ഹെഡ്ലൈറ്റ് ഉള്ളത്. അപ്പോൾ ഇനി നമ്മൾ ബോണറ്റിൻ്റെ ഭാഗത്തേക്ക് വരുവാണ്. ബോണറ്റിലൊന്നും ഡെന്റുകളോ സ്ക്രാച്ചുകളോ ഒന്നുമില്ല, റീപെയിൻറ്റോ ഒന്നും തന്നെ വന്നിട്ടില്ല. ടോപ്പ് ക്വാളിറ്റി വണ്ടിയാണ്, ഒരു രക്ഷയില്ലാത്ത വണ്ടിയാണ്. അപ്പോൾ ഇനി നമുക്കിത് ബോണറ്റ് തുറന്ന വണ്ടിയുടെ എഞ്ചിൻ റൂം ഒന്ന് കാണാം. വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ട് അതിൻ്റെ സൗണ്ട് ഒന്ന് കേൾക്കാം. അപ്പോൾ നമ്മൾ ബോണറ്റിൻ്റെ ഉൾവശത്തേക്ക് വന്നാൽ ബോണറ്റിൽ നമുക്ക് കാണാൻ സാധിക്കും ഫോൾഡിംഗ് ആണ് വരുന്നത്. ഈ ഒരു ഭാഗത്തും എല്ലാം ഫോൾഡിംഗ് ആണ് വരിക. ഇങ്ങനെ ഒരു പഞ്ചിങ് പോലെ തന്നെ ഇങ്ങനെ ഒരു ഫോൾഡിംഗ് ആണ് വരിക. ഇത് നമുക്ക് നല്ല നീറ്റായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. എൻജിൻ റൂം അത്യാവശ്യം പൊടി പിടിച്ചിരിപ്പുണ്ട്, അതേ ഉള്ളൂ. നമുക്ക് എന്തെങ്കിലും ഒരു നെഗറ്റീവ് വശം പറയാനുണ്ടെങ്കിൽ ബാക്കി എല്ലാ എൻജിൻ റൂമും നല്ല ക്ലീൻ കണ്ടീഷനിലാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇനി ഞാനിത് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇതിൻ്റെ സൗണ്ട് ഒന്ന് നിങ്ങളെ കേൾപ്പിക്കാം. വണ്ടി ഞാൻ ഏകദേശം ഒരു 8 കിലോമീറ്ററോളം ഓടിച്ചു നോക്കി. വണ്ടിയുടെ ഗിയർ ഷിഫ്റ്റിലൊന്നും ലാഗോ കാര്യങ്ങളോ ഒന്നുമില്ല. വണ്ടി നല്ല ഹൈ പെർഫോമൻസ് ആണ്, എല്ലാ ഫങ്ഷൻസും വർക്കിംഗ് ആണ്. ഞാനിപ്പോൾ വണ്ടിയുടെ അടുത്ത് നിൽക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് സൗണ്ട് കേൾക്കുമ്പോൾ മനസ്സിലാവും വണ്ടി എത്രയും നല്ലൊരു ക്വാളിറ്റിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള A-to-Z സർവീസ് കമ്പനി എന്നുള്ളതാണ്. 2000 കിലോമീറ്റർ ആയിട്ടുള്ളൂ ലേറ്റസ്റ്റ് സർവീസ് കഴിഞ്ഞിട്ട്. അത്രയും ക്ലീൻ ആയിട്ടുള്ളൊരു വാഹനമാണ്. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ ഇന്റീരിയറും ടയറും ഒന്ന് കാണാം. അപ്പോൾ നമ്മൾ ഈ വാഹനത്തിൻ്റെ ഇൻറ്റീരിയറിലേക്ക് വരുമ്പോഴത്തേന് ഒന്നും പറയാനില്ല. ഈ വണ്ടിയിൽ ഒരു നെഗറ്റീവ് വശവും നമുക്ക് പറയാനില്ല. അത്രയും നീറ്റ് ആൻഡ് ക്ലീൻ കണ്ടീഷനിലാണ് ഇരിക്കുന്നത്. യാതൊരു വിധത്തിലുള്ള ഡാമേജുകളും ഈ സെൻട്രൽ കൺസോളിലോ ഡാഷ് ബോർഡിലോ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റത്തിലോ ഒന്നും വന്നിട്ടില്ല. ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം ഇതിനകത്താണുള്ളത്. നമ്മൾ വണ്ടി ഓൺ ആക്കുമ്പോൾ അത് ഓട്ടോമാറ്റിക്കലി മുകളിലേക്ക് പൊങ്ങി വരും. അതുപോലെ സ്റ്റിയറിങ്ങിലൊന്നും യാതൊരു വിധത്തിലുള്ള ഡാമേജുകളും സംഭവിച്ചിട്ടില്ല. സ്വിച്ചുകളെല്ലാം ക്ലീൻ കണ്ടീഷനിലാണ് ഇരിക്കുന്നത്. എല്ലാം നല്ല വർക്കിംഗ് ആണ്. യാതൊരു മാൽ ഫങ്ഷൻസും ഇതിൽ വന്നിട്ടില്ല. അത് നമുക്ക് ഇതിൻ്റെ പെഡല് കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. ഇനി ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടുത്തെയൊക്കെ ഒരു ക്വാളിറ്റി നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. ഇതിലൊന്നും യാതൊരു വിധത്തിലുള്ള ഡാമേജുകളും സംഭവിച്ചിട്ടില്ല. നമ്മൾ സീറ്റിൻ്റെ ഭാഗത്തേക്ക് വരുവാണെങ്കിൽ സീറ്റൊക്കെ കമ്പനി ഒറിജിനൽ ലെതർ സീറ്റുകളാണ് ഇതിൽ വരുന്നത്. അതിലൊന്നും യാതൊരു വിധത്തിലുള്ള ഡാമേജുകളും സംഭവിച്ചിട്ടില്ല. സീറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് കാര്യങ്ങളെല്ലാം വർക്കിംഗ് ആണ്. നമുക്ക് ഈ താഴെവശമൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാം ഈ വാഹനം എങ്ങനെ കൊണ്ടു നടക്കുന്നതാണെന്നുള്ളത്. ഈ ഡോർ പാഡിലെ സ്വിച്ചുകളാണെങ്കിലും നല്ല ക്ലീൻ കണ്ടീഷനിലാണുള്ളത്. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ പുറകു നിര സീറ്റുകളൊന്ന് കാണാം. ഇതിൻ്റെ പുറകു നിര സീറ്റുകളിലേക്ക് വരുമ്പോഴത്തേന് പുറകു നിര സീറ്റുകളും നല്ല ഒന്നാം തരം കമ്പനി ഒറിജിനൽ ലെതർ സീറ്റുകളാണ് ഇതിൽ കിടക്കുന്നത്. ഇതിലൊന്നും യാതൊരു വിധത്തിലുള്ള ഡാമേജുകളും സംഭവിച്ചിട്ടില്ല. ഞാൻ ഇച്ചിരി വൈഡായിട്ട് കാണിക്കാം. നല്ല ക്ലീൻ കണ്ടീഷനിലാണ് ഇരിക്കുന്നത്. ഇനി അകവശത്തേക്ക് വന്നാൽ അകത്തൊന്നും യാതൊരു വിധത്തിലുള്ള ചെളിയോ അഴുക്കപ്പൊടിയൊന്നും ഇല്ല. ഇതൊക്കെ നോർമലി ഒരു വണ്ടി യൂസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വരുന്ന ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉള്ളൂ. അതായത് ഇവിടെയൊക്കെ നമ്മളൊന്ന് ഡ്രൈ ക്ലീൻ ചെയ്തെടുത്താൽ നല്ല ടോപ്പ് ക്ലാസ്സിലേക്ക് എത്തും. അതുപോലെ നമുക്കിവിടെ റിയർ AC വെൻറ്റുകൾ, അവിടെ ഇരുന്ന് നമുക്ക് മ്യൂസിക് സിസ്റ്റം അഡ്ജസ്റ്റ് ചെയ്യാൻ, ഫാന് കാര്യങ്ങളെല്ലാം നമുക്കിവിടെ തന്നെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള സ്വിച്ചുകൾ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇനി നമ്മൾ ഇതിൻ്റെ ടോപ്പിൻ്റെ ഭാഗത്തേക്ക് വരുമ്പോൾ ടോപ്പ് നല്ല ക്ലീൻ കണ്ടീഷനിലാണ് ഇരിക്കുന്നത്. പിന്നെ ടോപ്പ് എന്ന് പറയുമ്പോഴത്തേന് ഇതിന് പനാരോമിക് സൺറൂഫാണ് ഇതിന് വരുന്നത്. പനാരോമിക് സൺറൂഫിൻ്റെ ആ ഒരു ലെങ്ത് കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം. ഇങ്ങനെ ഏറ്റവും പുറകു തൊട്ട് ഏറ്റവും ഫ്രണ്ട് വരെ നല്ല ക്ലീനായിട്ട് നമുക്കത് കാണാൻ സാധിക്കുന്നത്. എല്ലാ ഫങ്ഷൻസും വർക്കിംഗ് ആണ്. നമുക്ക് ഈ പുറകു വശത്തു നിന്ന് നമുക്ക് ഇതിൻ്റെ മീറ്റർ കൺസോള് അല്ലെങ്കിൽ നമുക്ക് ഈ സെൻട്രൽ കൺസോള് ഒക്കെ കാണുമ്പോഴത്തേന് നിങ്ങൾക്കിത് മനസ്സിലാവും എത്ര നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നതാണെന്നും ഈ വാഹനത്തിന് എന്തെല്ലാം ഫെസിലിറ്റീസ് ഉണ്ട് എന്നുള്ളതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പം ഇത്രയും ക്വാളിറ്റി ഉള്ള വണ്ടികൾ കിട്ടുക എന്ന് പറയുന്നത് തന്നെ വളരെ അപൂർവമാണ്. നല്ല
ടോപ്പ് ക്ലാസ്സിലുള്ളൊരു വാഹനമാണ്. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ ടയറിൻ്റെ ഭാഗത്തേക്ക് പോകാം. ടയറിൻ്റെ ഭാഗത്തേക്ക് വരുമ്പോൾ തന്നെ മിഷലിൻ്റെ 4 ടയറുകളാണ് ഇതിൽ കിടക്കുന്നത്. ഏകദേശം 90% മുകളിൽ ത്രെഡുള്ള മിഷലിൻ്റെ ടയറുകളാണ് ഈ വാഹനത്തിൽ 4ഉം വന്നിട്ടുള്ളത്. ഇതിപ്പോൾ ഞാൻ പുറകുവശത്തെ ടയറാണ് കാണിച്ചത്. നമ്മൾ ഫ്രണ്ട് വശത്തേക്ക് വരുമ്പോഴത്തേനും സെയിം മിഷലിൻ കമ്പനിയുടെ തന്നെ നല്ല ക്ലീൻ ആയിട്ടൊരു 90% ഉള്ള ത്രെഡുള്ള ടയറുകളാണ് ഈ വാഹനത്തിൽ വന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും വണ്ടിയുടെ ഫുള്ളായിട്ടുള്ള വീഡിയോ കണ്ടല്ലോ. വണ്ടി ഒരു രക്ഷയില്ല, ടോപ്പ് ക്വാളിറ്റി വണ്ടിയാണ്. സത്യം പറഞ്ഞാൽ ഇതൊക്കെ ഓടിക്കാൻ പറ്റുക, അല്ലെങ്കിൽ ഇങ്ങനെ ടെസ്റ്റ് ഡ്രൈവ് ചെയ്യുക, ഇതൊക്കെ ഇങ്ങനെ കൊണ്ടു നടക്കുക എന്ന് പറയുന്നത് തന്നെ വലിയൊരു ഭാഗ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. കാരണം നമ്മളൊക്കെ വഴിയെ പോകുമ്പോൾ തന്നെ ഒത്തിരി കൊതിയോടെ നോക്കുന്ന വാഹനങ്ങളിൽ പെട്ട ഒരു വാഹനമാണ് Audi Q7. ഇതിൻ്റെ മേളിലൊരു വേരിയൻറ്റും കൂടെ വരുന്നുണ്ട്, Q8. ഡൽഹിയിൽ ഞാൻ 3-4 വണ്ടികൾ കണ്ടിട്ടുണ്ട്, പക്ഷേ നമ്മുടെ നാട്ടിലൊന്നും അധികം പോപ്പുലറായിട്ട് അങ്ങനെ Q8 വണ്ടികൾ ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ ഇനി ഈ വണ്ടിയുടെ ഡീറ്റെയിൽസ് ഞാൻ ഒന്നും കൂടെ പറയാം. 2019 മാനുഫാക്ചറിങ്, 2020 രജിസ്ട്രേഷൻ, സിംഗിൾ ഓണർഷിപ്പിൽ 69,000 കിലോമീറ്റർ വിത്ത് പ്രോപ്പർ കമ്പനി സർവീസ് റെക്കോർഡോടുകൂടി യാതൊരു വിധത്തിലുള്ള റീപെയിൻറ്റും ഇല്ലാതെ ഈ ഫ്രണ്ട് വിൻഷീൽഡ് മാത്രം റീപ്ലേസ് വന്നിട്ടുണ്ട്. അത് കമ്പനിയിൽ നിന്ന് ചെയ്തിരിക്കുന്നതാണ്. അത്രയും ക്ലീൻ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്ന വണ്ടിയാണ്. 2000 കിലോമീറ്റർ മുമ്പ്, അതായത് ഒരു 2 മാസം മുമ്പ് ആണ് ഈ വണ്ടിയുടെ ലാസ്റ്റ് സർവീസ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ 36 ലക്ഷം രൂപ IDV വാല്യൂ ഉള്ള ഇൻഷുറൻസ് അടുത്ത വർഷം 2027 ജനുവരി വരെ വാലിഡാണ്. ടയറിൻ്റെ ഭാഗമാണെങ്കിൽ ഒരു മിഷലിൻ്റെ 4 ടയറുകൾ, ഒരു 95% ഉള്ള ടയറുകൾ നമുക്ക് ഈ വാഹനത്തിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഈ വണ്ടി എടുക്കുന്ന ആൾക്ക് നമ്മൾ എപ്പോഴും പറയുന്ന പോലെ ഡീസൽ അടിക്കുക, ഓടുക. അതുപോലെ ഒരു സ്പെഷ്യലായിട്ടുള്ളൊരു കാര്യം എടുത്ത് പറയാം, ഈ വണ്ടി 2020 മോഡലാണെന്ന് പറഞ്ഞാലും ഇത് BS6 അല്ല നമുക്ക് വരുന്നത്, BS4 വണ്ടിയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ചും കൂടെ നല്ല രീതിയിൽ ഉപയോഗിക്കാനായിട്ട് സാധിക്കും. ആർട്ട് ബ്ലൂ കാര്യങ്ങളൊന്നും വരുന്ന വണ്ടികളല്ല ഇതൊന്നും വരുന്നത്. ഇതൊക്കെ അത്രയും നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്ന വണ്ടിയാണ്. അപ്പോൾ ഈ വാഹനത്തിന് ഇവർ ആസ്ക് ചെയ്യുന്ന റേറ്റ് എന്ന് പറയുന്നത് 34 ലക്ഷം രൂപയാണ്. അത് നെഗോഷ്യബിൾ ആയിട്ടുള്ള റേറ്റ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതുപോലത്തെ ഹൈ ക്വാളിറ്റി വാഹനങ്ങൾ ഡൽഹിയിൽ നിന്ന് സ്വന്തമാക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കോട്ടയം കാർസിൻ്റെ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ നമ്മളെ കോൺടാക്ട് ചെയ്യുക. അതുപോലെ നമ്മുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റി ചാറ്റ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ലിങ്ക് ഉപയോഗിച്ച് നിങ്ങൾക്ക് നമ്മുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റി ചാറ്റ് ഗ്രൂപ്പിൽ അംഗങ്ങളാകാവുന്നതാണ്. അപ്പോൾ ഞാൻ ഒത്തിരി പറഞ്ഞ് നീട്ടുന്നില്ല, ഇവിടെ കുറച്ച് ഡിസ്റ്റർബൻസ് വരുന്നുണ്ട്, മഴ വരുന്നുണ്ട്. അപ്പം ഇതിലും കിട്ടുന്ന ഒരു പ്രീമിയം വണ്ടി എന്നൊന്നും ഇപ്പോൾ ഉടനെ അടുത്തൊന്നും എനിക്ക് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് ആർക്കെങ്കിലും, അതും വൈറ്റ് കളറിലാണ് വണ്ടി വന്നിരിക്കുന്നത്, ഒരു സിംഗിൾ പീസ് പോലും റിപ്പൈൻറ്റ് വന്നിട്ടില്ല. അപ്പോൾ ഇതുപോലത്തെ ഒരു കിടിലൻ വാഹനം, ഈ വാഹനം സ്വന്തമാക്കാൻ ആഗ്രഹമുണ്ടെങ്കിലും ഇതുപോലത്തെ കിടിലൻ വണ്ടികൾ നിങ്ങൾക്ക് ഡൽഹിയിൽ നിന്ന് വാങ്ങാൻ ആഗ്രഹമുണ്ടെങ്കിൽ അതിന് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഞങ്ങളെ സമീപിക്കാം. നമ്മുടെ നമ്പർ താഴെയുണ്ട്, വിളിക്കാൻ മറക്കരുത്. ബൈ ബൈ.